ഈ കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ. 2026 നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ 66 പൂർണ്ണമായിട്ടും തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് വിഷനായിട്ട് കാണുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ കാണുന്നത്, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഒന്നാണ് ഈ ഒരു എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. 1000-2000 കോടിയൊന്നും അല്ല, 1 ലക്ഷം കോടിയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ബഡ്ജറ്റ് വരുന്നത്. ഈ ഒരു എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് പണമാണ്. കാരണം പണ്ട് ഡൽഹി മുതൽ മുംബൈ വരെ റോഡ് മാർഗം എത്താൻ വേണ്ടിയിരുന്ന സമയം എന്ന് പറയുന്നത് 24 മുതൽ 26 മണിക്കൂർ വരെ ആയിരുന്നു. പക്ഷേ ഈ ഒരു എക്സ്പ്രസ് വേ വരുന്നതോട് കൂടിയിട്ട് അത് 12 മണിക്കൂർ, അതായത് പകുതി സമയം കൊണ്ട് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയലാഭം കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഗുണം ലഭിക്കാനായിട്ട് പോകുന്നത് ലോജിസ്റ്റിക്സ് എഫിഷ്യൻസി തന്നെയാണ്. അതോടൊപ്പം ഇൻഡസ്ട്രിയൽ ഗ്രോത്തും വലിയ രീതിയിൽ സംഭവിക്കുന്നു. പിന്നെ ടൂറിസത്തിന്റെയും റീജിയണൽ ഡെവലപ്മെന്റിനും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നാഷണൽ ക്യാപിറ്റൽ ഡൽഹിയും ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മുംബൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ നാഷണൽ എക്സ്പ്രസ് വേ 4ന്റെ മൊത്തം ദൂരം എന്ന് പറയുന്നത് 1350 കിലോമീറ്റർ ആണ്. നിലവിൽ ഇതൊരു 8 വരി പാതയാണെങ്കിലും ഭാവിയിൽ 12 വരിയാക്കി മാറ്റാനാണ് പദ്ധതി ഇടുന്നത്. 120 km/h വേഗതയിൽ ഈ ഒരു റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. യൂണിയൻ ടെറിട്ടറിയായ ഡൽഹിയും ചേർത്ത് മൊത്തം 6 സംസ്ഥാനങ്ങളിലൂടെയാണ് NE4 കടന്നു പോകുന്നത്. ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ലാർജ് സ്കെയിൽ വൈൽഡ് ലൈഫ് കോറിഡോറും ഇതുതന്നെയാണ്. മൃഗങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ അണ്ടർപാസുകളും ഓവർപാസുകളും നൽകിയിട്ടുണ്ട്. മൊത്തം 1200 മുകളിലാണ് ഇതിൽ വരുന്ന ഫ്ലൈ ഓവറുകളുടെയും പാലങ്ങളുടെയും എണ്ണം. ഇത്രയും മനോഹരമായ റോഡായതുകൊണ്ടും ട്രാഫിക് സിഗ്നലുകൾ ഇല്ലാത്തത് കൊണ്ടും 120 മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി വരും. കയറിക്കഴിഞ്ഞാൽ ഫൈൻ വരും, അതുകൂടെ ഓർത്തോണം.